ക്രിസ്ത്യ ജീവിതത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ക്രിസ്ത്യ ജീവിതം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കെല്ലാം അറിയാം അല്ലേ? ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വസിക്കുന്ന ഒരു ജീവിതമാണ്. ക്രിസ്തുവിനെ അറിഞ്ഞവർ രക്ഷിക്കപ്പെട്ട ആളുകളെ ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപമായി ജീവിക്കുക നല്ല ഉത്തരമാണ്. ഒരാൾ ക്രിസ്തുവിനെ പോലെ ആകുന്നതാണെന്ന്, ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നതിനാണ് ക്രിസ്ത്യ ജീവിതം. ഒത്തിരി ആശയങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പുതിയ നിയമത്തിലോ പഴയ നിയമത്തിൽ ക്രിസ്ത്യ ജീവിതം ഇല്ലെന്ന് ആളുകൾ പറയും. കാരണം പുതിയ നിയമത്തിലാണല്ലോ ക്രിസ്തുവും ഒക്കെ ആ നിലയിൽ. എന്നാൽ പഴയ നിയമത്തിലും ക്രിസ്ത്യ ജീവിതം തന്നെയാണ്. പേര് ആ പ്രയോഗം ഉപയോഗിച്ചില്ലെന്നേ ഉള്ളൂ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ ക്രിസ്ത്യ ജീവിതമുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും മാതൃകയായി തോന്നിയിട്ടുള്ള അനേകർ കാണും. അവരിൽ ഒരാളുടെ പേര് പറയാം. ഞാനിന്ന് ക്രിസ്ത്യ ജീവിതത്തിന് മാതൃകയായി ചില ജീവിതങ്ങളെ ചൂണ്ടിക്കാണിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് ഞാൻ തിരഞ്ഞെടുത്ത ആളുകളല്ല, ദൈവാത്മാവ് തിരഞ്ഞെടുത്ത ആളുകളാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ സ്റ്റാൾവാർട്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ നെടുന്തൂണുകളെന്നോ ഒക്കെ പറയാൻ കഴിയുന്നതായിരിക്കുന്ന ആളുകളാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ. അതെല്ലാം പഴയ നിയമത്തിലെ ആളുകളാണ്. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം പഠിക്കാതെ നമുക്ക് ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കില്ലെന്നാണ് എൻ്റെ ഒരു ധാരണ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ പരിജ്ഞാനത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ ക്രിസ്ത്യ ജീവിതം. ക്രിസ്ത്യ ജീവിതം എന്നുള്ള വാക്കൊന്നും ഉപയോഗിച്ചിട്ടില്ല. യേശുക്രിസ്തു രക്ഷിതാവായി സ്വീകരിച്ചാന്ന് വെച്ചാൽ പിന്നെ അവരെല്ലാവരും രക്ഷിക്കപ്പെട്ട ആളുകളാണ്. പഴയ നിയമത്തിന്റെ ഭാഷകളാണെന്നേ ഉള്ളൂ. പുതിയ നിയമത്തിന്റെ ഭാഷയിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം ക്രിസ്തുവിന് മുമ്പ് ജീവിച്ചവരാണ്. അപ്പൊ അവർ പ്രപഞ്ചത്തിനെ കണ്ടുകൊണ്ട് മുന്നോട്ട് നോക്കിയാണ് കാൽവറി കണ്ടത്. നമ്മളൊക്കെ ചരിത്രത്തിനെ കണ്ടുകൊണ്ട് പുറകോട്ട് നോക്കിയാണ് കാൽവറി കാണുന്നത്. കാൽവറി നമുക്ക് മുമ്പിലല്ല, കാൽവറി നമുക്ക് മുന്നിലാണ്. 2000 വർഷം പിന്നിലാണ്. അത്ര വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം നിറച്ചു വിശ്വാസ വീരന്മാരുടെ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം വിജയകരമായി നടത്തിയതായിരിക്കുന്ന ആളുകളുടെ മാതൃകകളാണുള്ളത്. അവരെ പോലെ ആയി തീരുവാൻ നമുക്ക് കഴിയുന്നതാണ്. കാരണം അവരൊക്കെ സാധാരണ മനുഷ്യരാണ് എന്ന് മാത്രമല്ല, പഴയ നിയമത്തെ കാലത്ത് ജീവിച്ചവരായതുകൊണ്ട് നമുക്കുള്ള പല അഡ്വാൻറ്റേജസും അവർക്കുണ്ടായിരുന്നില്ല. പൂർത്തിയാക്കപ്പെട്ട വചനം അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വെളിപ്പാടുകൾ വളരെ കുറച്ചേ അവർക്കുണ്ടായിരുന്നു. ഇപ്പൊ അബ്രഹാമിനെ തന്നെ എടുക്കുക, ധ്യാനിക്കുവാനായിട്ട് ഒരു വചനഭാഗം പോലും ഉണ്ടായിരുന്നില്ല. മോശയാണല്ലോ ആദ്യത്തെ പുസ്തകം എഴുതുന്നത്. അപ്പൊ മോശയ്ക്ക് മുമ്പ് ജീവിച്ച അബ്രഹാം രാവിലെ എഴുന്നേറ്റ് കൊയറ്റം എടുക്കുന്നത് എങ്ങനെയാ? ഞാൻ വിചാരിക്കുന്നു ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന, ദൈവത്തിന്റെ സത്യങ്ങളെ വെളിവാക്കുന്ന 2 പുസ്തകങ്ങളാണുള്ളത്. ഒന്ന് വിശുദ്ധ ബൈബിളും, മറ്റേത് പ്രകൃതിയിലെ പുസ്തകം. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവരെ പ്രസിദ്ധമാക്കുന്നു. സൃഷ്ടി സൃഷ്ടാവിനെ വെളിപ്പെടുത്തും. അപ്പൊ അബ്രഹാമൊക്കെ രാവിലെ എഴുന്നേറ്റ് മുറ്റത്ത് ഇരുന്ന് ആകാശത്തേക്ക് നോക്കും, സന്ധ്യയ്ക്ക് എഴുന്നേറ്റ് ആകാശത്തേക്ക് നോക്കും, നക്ഷത്രങ്ങളെയൊക്കെ കാണും. അപ്പോൾ ഇങ്ങനെ ധ്യാനിക്കും. എന്ത് അതിശയകരമായിരിക്കുന്നു, ഇതിനെല്ലാം ഇങ്ങനെ മേളിൽ നിർത്തിയിരിക്കുന്നു, ഒരു തൂണ് പോലും കൊടുത്തിട്ടില്ല, എന്തോരം വലിയ പ്രകാശമുള്ളതാണ്, ഇതൊന്നും താഴെ വീഴാതെ നിർത്തുന്ന ദൈവം എന്തോരം വലിയ ദൈവമായിരിക്കും, ഇതിനെയൊക്കെ ഉണ്ടാക്കിയ ദൈവം എന്തോരം വലിയ ദൈവമായിരിക്കും. അതുപോലെ വലിയ വലിയ മലകൾ, പർവ്വതങ്ങൾ, നദികൾ, സമുദ്രങ്ങൾ, ആകാശത്തൂടെ പോകുന്നതായിരിക്കുന്ന പക്ഷികൾ, ഇതിനെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഉയരത്തിലേക്ക് പറന്നു പോകാനൊക്കെ അതിന് ദൈവം ക്രമീകരണങ്ങൾ കൊടുത്തു. അപ്പോൾ എന്തോരം അതിശയകരമാണ്. ഇങ്ങനെയൊക്കെയാണ് ധ്യാനിച്ചത്. ഇസാക്കിനെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അവൻ തെക്കേദേശത്ത് ധ്യാനിക്കാനായിട്ട് പോയിരുന്നുണ്ട്, വെളിമ്പ്രദേശത്ത് ധ്യാനിക്കാനായിട്ട് പോയി. അപ്പൊ അവരൊക്കെ ധ്യാനിച്ചിരുന്ന അങ്ങനെയാണ്, വെളിമ്പ്രദേശത്ത് ഇറങ്ങിയിരുന്നാണ്. നമ്മൾ ധ്യാനിക്കുന്നത് എങ്ങനെയാ? രാവിലെ കട്ടിൽ പുതപ്പൊക്കെ പുതച്ച് തലവണിയില് ഒക്കെ കിടന്നല്ലേ. പണ്ടാരോ തമാശയായിട്ട് പറഞ്ഞു, ഞാൻ പോകുന്നത് ബെഡ് സൈഡ് ബാപ്റ്റിസ്റ്റ് ചർച്ചിലാണെന്ന് പറഞ്ഞു. അതുപോലെ പില്ലോ പാസ്റ്ററാണ് രാവിലെ ആവശ്യമായ സന്ദേശം തരുന്നത്. അങ്ങനെയൊക്കെയാണ് നമ്മളുടേത്. അപ്പൊ ഈ ഇബ്രായലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോൾ എനിക്ക് അതിശയം തോന്നിയിട്ടുള്ളത്, വചനത്തിന്റെ ഒരു അക്ഷരം പോലും ലഭ്യമല്ലായിരുന്ന കാലത്ത് ജീവിച്ചതായിരിക്കുന്ന അനേക ഭക്തന്മാരെ പറ്റിയാണ് അവിടെ പറയുന്നത്. ഹാബേലിനെ പറ്റിയും, നോഹയെ പറ്റിയും, ഹാനോക്കിനെ പറ്റിയും, ഇബ്രഹാമിനെ പറ്റിയും, ഇസ്ഹാക്കിനെ പറ്റിയും, യാക്കോബിനെ പറ്റിയും. അവരൊന്നും ദൈവവചനം ഇല്ലാതിരുന്ന ആളുകളാണ്. പക്ഷെ അവരൊക്കെ വലിയ വലിയ വിശ്വാസവീരന്മാരായിരുന്നു. ക്രിസ്ത്യ ജീവിതത്തിന്റെ സ്റ്റാൽവാർട്സ് ആയിരുന്നു, അതിന്റെ നേതാക്കന്മാരായിരുന്നു അവർ. അവർക്കൊക്കെ അത് സാധിച്ചു. ബൈബിൾ ക്ലാസ്സുകൾക്ക് പോലും വരാത്തവരും ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് മീറ്റിംഗ് വേണ്ടെന്ന് പറയുന്നവരും ഒക്കെ ആയിരിക്കുന്ന ആളുകളെ മൂപ്പന്മാരാക്കണമെന്നെങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അഞ്ചാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയ ആളുകൾ IAS-കാരാകണമെന്ന് പ്രാർത്ഥിക്കുന്നത് പോലെയാണ്. ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനാണെന്നുള്ള കാര്യം ശരിയാണ്. അപ്പൊ നമ്മള് പ്രാർത്ഥിക്കുന്നതോട് മാത്രം ആയില്ലെന്നാണ്. പ്രാർത്ഥനകൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ പ്രവർത്തനങ്ങൾ അതിനു മുമ്പ് വേണം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണെന്നാണ് പറയുന്നത്. ഇന്നത്തെ പ്രശ്നം അതാണ്. ആത്മീയ താല്പര്യമുള്ള ആളുകളില്ല, കഷ്ടിച്ചൊക്കെ ഇങ്ങനെ വന്നു പോകുന്നുള്ളതേ ഉള്ളൂ. തട്ടിമുട്ടി ജീവിക്കുന്ന ജീവിതങ്ങളാണ്. അപ്പൊ ഈ എബ്രായലേഖനം 11-ാമത്തെ അധ്യായം എന്ന് പറയുന്ന ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു വലിയ അധ്യായമാണ്. വിശ്വാസവീരന്മാരുടെ ഹോൾ ഓഫ് ഫെയിം എന്നാ പറയുന്നത്. വിശ്വാസവീരന്മാരുടെ പട്ടിക നിരത്തി വെച്ചിരിക്കുന്ന അധ്യായമാണ്. ഞാനതിനെ വിശ്വാസവീരന്മാരുടെ എന്ന് പറയുന്നത് തെറ്റില്ല. കാരണം വിശ്വാസത്തെക്കുറിച്ച് വിശ്വാസത്താൽ എന്ന് പറയുന്നു.
പക്ഷെ വിശ്വാസത്തിൽ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ എന്താണ്? ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ചെയ്തത്, വേറെ ഒന്നും അവർ ചെയ്തില്ല. ക്രിസ്ത്യ ജീവിതത്തിൽ നാം ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്തുള്ളൂ. നമുക്ക് ചെയ്യാൻ വയ്യാത്ത ഒരു കാര്യം അവർ ചെയ്തുമില്ല കേട്ടോ. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്തുള്ളൂ. അപ്പൊ നമുക്ക് ഈ എബ്രായലേഖനം 11-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ വായിക്കാം. ആദ്യത്തെ 5-6 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നല്ല വാക്യങ്ങളാണ്. വിശ്വാസം, വീരന്മാരെ കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. ഞാനത് കാണുമ്പോൾ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നു എന്ന് പറയാം, ക്രിസ്ത്യ ജീവിതത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അവർ വിശ്വാസത്താലാണ് ക്രിസ്ത്യ ജീവിതം നയിച്ചതെന്നാണ് പറയുന്നത്. അവർ വിശ്വാസത്താലാണ് ക്രിസ്ത്യ ജീവിതം നയിച്ചത്. ആദ്യം വിശ്വാസത്തിനെ ഒരു നിർവചനം പോലെ പറഞ്ഞിട്ടാണ് എഴുത്തുകാരൻ തുടങ്ങുന്നത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥം എന്താ? എല്ലാ മനുഷ്യർക്കും ആശയുണ്ടില്ലേ? ആശയില്ലാത്ത മനുഷ്യരുണ്ടോ? ആശയില്ലാത്ത മനുഷ്യരെന്ന് പറഞ്ഞ മാനസിക രോഗികളാണെന്നാ പറയുന്നത്. അവർക്ക് ആശയൊന്നുമില്ല. എല്ലാ മനുഷ്യൻ ജീവിക്കുന്നത് തന്നെ ആശ കൊണ്ടാണ്. എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ സാധിക്കണം, നേടണം എന്നുള്ളതായിരിക്കും ഒരു ആശ. അത് ആത്മീയ തലത്തിലാകുമ്പോൾ എനിക്ക് ക്രിസ്ത്യ ജീവിതത്തിൽ വളരണം, ആത്മീയനായി തീരണം, കർത്താവിനെ പോലെ ആകണം, സുവിശേഷ വില ചെയ്യണം, ആത്മാക്കളെ നേടണം, കർത്താവ് വരുമ്പോൾ കർത്താവിൻ്റെ കൂടെ പോകണം, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ആശകൾ. അപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇത് ഈ ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ആശ അനുസരിച്ച് ജീവിക്കുന്നതാണ്. പക്ഷേ ആ ആശ എന്ന് പറയുന്നത് ദൈവം നമുക്ക് ചെയ്ത വാഗ്ദത്തങ്ങളിന്മേലുള്ള ആശയാണ്. അല്ലാതെ നാം എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നതല്ല. ദൈവം നമുക്ക് വേണ്ടി ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളെ കുറിച്ച് ആശിക്കുന്നതാണ്. ഞാൻ നിങ്ങളോട് ഒരു പൊട്ടച്ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ആശിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ? നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ആശിക്കുന്നുണ്ട്, അതല്ല ചോദിക്കുന്നത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം, ഒരൊറ്റ കാര്യത്തിന് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങനെ വല്ലതും ഉണ്ടോ നമ്മുടെ ജീവിതത്തിൽ? അങ്ങനെയൊന്നും ആരും പ്രാർത്ഥിക്കുന്നില്ല. അപ്പോ വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പാണ്. ആശിക്കുന്ന അങ്ങനെ ഒരു കാര്യം ഇല്ലെങ്കിൽ പിന്നെ അത് കിട്ടുമെന്ന് ഉറപ്പുമില്ല. കാരണം ആ ചോദ്യം അങ്ങനെ ഒരു വിഷയമേ ഞങ്ങളുടെ ജീവിതത്തിലില്ല. അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിലനിൽക്കാൻ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു വ്യക്തിപരമായ എനിക്ക് എന്താ കർത്താവ് ചെയ്യാമെന്നുണ്ട് പറഞ്ഞിട്ടുള്ളത്. കർത്താവിന് വരവ് നാം വായിച്ചില്ലേന്ന് വരും. ഇതിൽ എന്താണ് പ്രാർത്ഥന, അങ്ങനെയുള്ള വിഷയങ്ങൾ പോലും നമുക്കറിയില്ല. അതാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, കനാൻ നാട് നിനക്ക് തരാൻ നിന്റെ സന്തതിക്ക് തരാമെന്ന്. ഒരു സെഞ്ചുറി പോലും ജീവിച്ചില്ല. മരിക്കുന്നവരെ അതിൻ്റെ അകത്ത് വില കൊടുത്ത ഹാമോറിനോട് വില കൊടുത്ത് വാങ്ങിച്ചതായിരിക്കുന്ന ഒരു ശ്മശാന ഭൂമി ഒഴികെ ആ മനുഷ്യന് ഒന്നും കിട്ടിയില്ല. പക്ഷെ ഞാൻ വിചാരിക്കുന്നു എന്നും എഴുന്നേറ്റ് ആ കനാലിൽ നിന്നുകൊണ്ട് ഇങ്ങനെ നോക്കും, അങ്ങോട്ടും വടക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാട്ടും നോക്കും അല്ലേ. നോക്കിയിട്ട് എന്താ പറയും? ഇതെല്ലാം എൻ്റെ കർത്താവ് എനിക്ക് തരാമെന്ന് പറഞ്ഞതാണ്. ഇതെല്ലാം എൻ്റെ കർത്താവ് എനിക്ക് തരാമെന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിക്കുന്നത് തരുമെന്നുള്ളത് എനിക്കറിയാം. മരിക്കുന്ന സമയത്തും അത് പറഞ്ഞു, കർത്താവ് നിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ മരിക്കട്ടെ. കാരണം കർത്താവ് ഒരു കാര്യം കൂടെ പറഞ്ഞു, നിന്റെ 4ാമത്തെ തലമുറ മിസ്രൈമിൽ നിന്നും വന്നിട്ട് ഞാൻ തരുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പൊ അബ്രഹാമിനെ അറിയാൻ, കിട്ടുമെന്നറിയാം. തന്റെ ജീവിതകാലത്തല്ല കിട്ടുന്നത്, തന്റെ മകന്റെ ജീവിതകാലം. മിസ്രൈമിൽ നിന്ന് വന്നതായിരിക്കുന്ന ആളുകളുടെ കാലത്തെ കിട്ടത്തുള്ളൂ. നമുക്ക് എല്ലാവർക്കും അങ്ങനെ വേണം. HP മേയർ എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു മനുഷ്യൻ, വലിയൊരു ദൈവദാസനാണ്. അദ്ദേഹം രക്ഷിക്കപ്പെട്ടത് മുതൽ മരിക്കുന്നത് വരെയും പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ഗോഡ് മേക്ക് മീ എ ഗ്രേറ്റ് മാൻ ഓഫ് ഗോഡ്. ദൈവമേ എന്നെ ഒരു വലിയ ദൈവമനുഷ്യനാക്കണം. താൻ മരിക്കുന്ന ദിവസവും പ്രാർത്ഥിച്ചെന്നാ പറയും. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിച്ചു. താനൊരു വലിയ ദൈവമനുഷ്യനാണെന്ന് അറിയാഞ്ഞ ഒരാളെ ഉള്ളൂ ഈ ലോകത്തിൽ. അതാരെന്നറിയാമോ? FB മേയർ. ദൈവം തന്നെ അതാക്കി തീർത്തു എന്ന് അറിയാഞ്ഞത് താൻ മാത്രമേ ഉള്ളൂ. താൻ അന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എന്നെ ഒരു വലിയ ദൈവമനുഷ്യനാക്കണം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ദൈവമനുഷ്യനാക്കണം എന്നാ പ്രാർത്ഥിച്ചെങ്കിൽ ഇത്രയും വലിയ ദൈവമനുഷ്യനാക്കണം എന്നാ പ്രാർത്ഥിച്ചത്. അപ്പോ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നതാണ്, ഒരു ജീവിതകാലം മുഴുവനും എന്നെ വലിയൊരു ദൈവമനുഷ്യനാക്കണമെന്ന് പ്രാർത്ഥിച്ചു. ദൈവം അദ്ദേഹത്തെ അന്ന് ജീവിച്ചിരുന്ന ആളുകളെ ഏറ്റവും മഹാനായ മനുഷ്യനാക്കിയാണ് മരിച്ചത്. ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കണം, ജീവിതകാലത്ത് മുഴുവൻ പ്രാർത്ഥിക്കും. ജോർജ് മുള്ളർ എന്ന് പറഞ്ഞതായിരിക്കും ദൈവദാസൻ തന്റെ 2 സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ്. 30-35 വർഷം പ്രാർത്ഥിച്ചു അവർ രക്ഷിക്കപ്പെടാൻ വേണ്ടി. അവിശ്വാസിയായിരുന്ന കാലത്തുണ്ടായിരുന്ന സ്നേഹിതന്മാരാണ്. അതിൽ ഒരാൾ ജോർജ് മുള്ളർ മരിച്ച വർഷം രക്ഷിക്കപ്പെട്ടു. അദ്ദേഹം രക്ഷിക്കപ്പെട്ടത് കണ്ടിട്ടാണ് ജോർജ് മുള്ളർ മരിക്കുന്നത്. 2ാമത്തെ ആള് ജോർജ് മുള്ളറിന്റെ ശവസംസ്കാര ശുശ്രൂഷയിലെ പ്രസംഗം കേട്ട് രക്ഷിക്കും. അപ്പൊ എങ്ങനെയുണ്ട് ഈ വിശ്വാസം എന്ന് പറയുന്നത്? ആശിക്കുന്നതിന്റെ ഉറപ്പാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം, ആശ എന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഇറ്റ് ഈസ് അഷുറൻസ് ഓഫ് ദ തിങ്സ് ദാറ്റ് യു ഹോപ്പ് ഫോർ. നമ്മൾ പ്രത്യാശിക്കുന്ന, എനിക്ക് ഒരു റോൾസ് റോയ്സ് കാറ് കിട്ടുമെന്നുള്ള പ്രത്യാശ കർത്താവ് പറഞ്ഞിട്ടില്ല അങ്ങനെ തരാമെന്ന്. 1 ടൺ സ്വർണം തരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ബുദ്ധിമുട്ടൊക്കെ തീർന്നു തരാമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, അതേ ഉള്ളൂ. അപ്പൊ കർത്താവ് പറഞ്ഞതായിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം അത് നമ്മുടെ സ്വന്തമാക്കാനായിട്ട് നാം ഇങ്ങനെ വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ വളരെ പോരാട്ടം കഴിക്കുക എന്ന് പറയില്ല, പോരാട്ടം കഴിക്കുക. അങ്ങനെയുള്ള പോരാട്ടം കഴിക്കുന്ന വിശ്വാസികളൊന്നുമില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന, കർത്താവ് തന്ന ഉറക്കത്തിനായി സ്തോത്രം, ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കണമേ, കുഞ്ഞുങ്ങളെ എല്ലാം സഹായിക്കണമേ, സ്കൂളിൽ പോകുന്ന പിള്ളേരെ അനുഗ്രഹിക്കണമേ, ജോലിക്ക് പോകുന്നവരെ അനുഗ്രഹിക്കണമേ, ആപത്തടസ്സങ്ങളിൽ വിടുവിക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. അല്ലേ? ഇതല്ലേ എന്നും പ്രാർത്ഥിക്കുന്നത്? അല്ല പിന്നെ എന്നെ പ്രാർത്ഥിക്കും?
അതിൽ കർത്താവിന് വല്ലതും ചെയ്യാനുണ്ടോ? ഒന്നും ചെയ്യാനില്ല. അതൊക്കെ കർത്താവ് ദൂതന്മാരെ പറഞ്ഞിട്ടുണ്ട്, രാവന്മാരെയൊക്കെ നോക്കിക്കോണേ. നമ്മുടെ ദൈവാത്മാക്കളെ ദൈവം അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ നമുക്ക് ചില ആശകൾ വേണം, ചില പ്രത്യാശകൾ. അത് ദൈവം ചെയ്ത വാഗ്ദത്തത്തിൽ അടിസ്ഥിതമായതായിരിക്കണം. സാറ എന്തോ ഒരു ആശയ്ക്ക് ഉറപ്പാണെന്ന് ദൈവം പറഞ്ഞു, അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ ഭാര്യ സാറായിൽ നിന്നും നിനക്കൊരു മകൻ ജനിക്കും, അവനിലാണ് ഞാൻ അനുഗ്രഹിക്കാൻ പോകുന്നത്. ഹാഗാർ പ്രസവിച്ച ഇസ്മായിൽ അല്ല. അപ്പൊ സാറ എന്തോരം ആഗ്രഹത്തോടു കൂടി നിന്നു. സാറയ്ക്ക് ആഗ്രഹിക്കാനൊന്നുമില്ല, കാരണം സ്ത്രീകൾക്കുള്ള പതിവ് നിന്ന് പോയത് കൊണ്ട് സാറ ഇങ്ങനെ വിചാരിക്കും ഈ മാസം ഒരുപക്ഷെ പതിവ് തുടങ്ങിയേക്കുമെന്ന്. പതിവില്ല. അടുത്ത മാസം തുടങ്ങിയേക്കുമെന്ന് പതിവില്ല. ഹാഗാർ പ്രസവിക്കാൻ നോക്കുക. ഇങ്ങനെ ആയി 90 വയസ്സായി മുമ്പൊക്കെ. എന്നാലും എന്താ പറയുന്നത്, തന്റെ ശരീരത്തിന്റെ നിർജീവത അറിഞ്ഞിട്ടും ആശയോടെ കാത്തിരുന്നത്. അപ്പോ ആ ആശ വലിയ ആശയാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ഒരു ആശ വേണം. അതൊരു മകനുണ്ടാകണമെന്നുള്ള ആശയല്ല. ദൈവം ഈ നാടിന്റെ അവകാശിയായി എന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരാളിൽ നിന്ന് ആകാശത്തിലെ നക്ഷത്രം പോലെയുള്ള സന്തതികളെ ജനിപ്പിക്കുകയും അവർ ഈ നാട് അവകാശമാക്കുകയും ചെയ്യുമെന്നുള്ളതായിരിക്കുന്ന വാഗ്ദത്തമാണ്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇല്ലെങ്കിൽ ഞാൻ പറയാം, നിങ്ങളൊരു ആശയ്ക്ക് ഉറപ്പ് വെച്ച് ഒരു കാര്യം പ്രാർത്ഥിക്കണം. വെറുതെ ചുമ്മാ പ്രാർത്ഥിക്കരുത്. അത് ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് നിങ്ങളെ ഇംപ്രസ് ചെയ്യുന്ന ഒരു കാര്യമായി. അങ്ങനെ ഒരു കാര്യം കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വേണം. D.L. മൂഡി പണ്ട് ഒരു സുവിശേഷ യോഗം കേൾക്കാനായിട്ട് പോയി. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാണ് എന്നും അവിടെ പ്രസംഗിച്ചതായിരിക്കുന്ന ആൾ ഇങ്ങനെ ഒരു പ്രസ്താവന ചെയ്തു: ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചതായിരിക്കുന്ന ഒരു മനുഷ്യനെ കൊണ്ട് ദൈവത്തിന് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് ലോകം ഇതുവരെയും കണ്ടിട്ടില്ല. ദൈവദാസൻ പ്രസംഗിച്ച അങ്ങനെയാണ്. ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ച ഒരു മനുഷ്യനെ കൊണ്ട് ദൈവത്തിന് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് ലോകം ഇതുവരെയും കണ്ടിട്ടില്ല. മൂടി അവിടെ നിന്ന് പറഞ്ഞു, എങ്കിൽ ലോകം കാണാൻ പോവുകയാണ്. ആ മനുഷ്യൻ ഞാനാണ്. മൂടി അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. 1,00,000-ലധികം ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടിയ ഒരു മനുഷ്യനാണ് D.L. മൂടി എന്ന് പറയുന്നത്. ഒരു 8ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യൻ താൻ എന്തെല്ലാം കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നറിയാം. ആ പ്രസംഗി പറഞ്ഞു, ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ച ഒരു മനുഷ്യനെ കൊണ്ട് ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ലോകം കണ്ടിട്ടില്ല, എങ്കിൽ ലോകം കാണാൻ പോവുകയെന്ന് പറഞ്ഞു. നമ്മൾക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ ആശിക്കുന്നതിന്റെ ഒരു ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്? എന്താ, രാവിലെ എഴുന്നേൽക്കുക, ഒരു പാട്ട് പാടുക, ബാക്കി വായിച്ച് പ്രാർത്ഥന ചോദിച്ചു, പിന്നെ ഒരു കൊട്ടൻ കാപ്പി കുടിച്ചു, എഴുന്നേറ്റ് ഇതിന് ചോറൊക്കെ കഴിച്ചു, അല്ലെ എന്താണ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, കുളിയൊക്കെ കഴിഞ്ഞു, ഉടുപ്പൊക്കെ എടുത്തിട്ട് ജോലിക്ക് പോയി. തിരിച്ച് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് 5 മണി 6 മണി ആകുമ്പോൾ ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചു, പോയിട്ട് വർത്താനമൊക്കെ പറഞ്ഞു, അല്ലെ പിള്ളേരുമായിട്ടൊന്നും കളിച്ചു, വൈകിട്ട് അത്താഴം കഴിച്ചു, പ്രാർത്ഥിച്ച് കയറി കിടന്നുറങ്ങി. ഇതാണോ ക്രിസ്ത്യ ജീവിതം? ഇത് ഓഫീസിൽ പോകുന്ന ഒഴിച്ചുള്ളതായിരിക്കുന്ന കാര്യം പശു പോത്തും ചെയ്യുന്നില്ല. രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്, കാടി കുടിക്കുന്നുണ്ട്, പുല്ല് തിന്നുന്നുണ്ട്. എന്ത് പിന്നെ ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാൽ? അല്ലെ നിങ്ങളുടെ അയൽവക്കത്തെ രക്ഷിക്കപ്പെടാത്ത ക്രിസ്തുമതത്തിൽപ്പെട്ടവനോ ചെയ്യാത്തത് നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? പ്രത്യേകമായി വിശ്വാസം എന്ന് പറയുന്നത് ആശിക്കുന്നതിന് ഓർമ്മ. ഞാൻ പറയുന്നത് ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് ആശിക്കുന്ന കാര്യത്തിന് വേണ്ടി ജീവിക്കുന്ന ജീവിതമാണ്. അത് ആശിക്കുന്നതെന്ന് പറഞ്ഞാൽ പണത്തിന് വേണ്ടിയോ ലോകത്തിന് വേണ്ടിയോ ലോകകാര്യങ്ങൾക്ക് വേണ്ടിയോ അല്ല. ദൈവത്തിന് പ്രസാദം വരുത്തുന്നതായിരിക്കുന്ന കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യാം. എന്നോട് ചോദിപ്പീൻ, അസാധ്യമായ കാര്യങ്ങൾ എന്നോട് ചോദിപ്പീൻ എന്ന് പറയും. പൗലോസ് അപ്പോസ്തലൻ എന്താ പറയുന്നറിയാമോ? എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഇംഗ്ലീഷിൽ ഐ ക്യാൻ ഡു ഓൾ തിങ്സ് എന്നാണ്. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം എനിക്ക് എന്തും ചെയ്യുവാൻ കഴിയും. അങ്ങനെ എന്തും ചെയ്ത ഒരു മനുഷ്യനാണ് പൗലോസ്. നമ്മൾ വലിയ കാര്യമൊന്നും ചെയ്യില്ല, ചെറിയ കാര്യം മതി. ചെറിയ മനുഷ്യരെ കൊണ്ട് ചെറിയ കാര്യങ്ങളെ ജയിക്കത്തുള്ളൂ. ചെറിയ മനുഷ്യരെ കൊണ്ട് വലിയ കാര്യം ജയിക്കും, വലിയവരെ കൊണ്ട് വലിയ കാര്യം ജയിക്കും, ചെറിയവരെ കൊണ്ട് ചെറിയ കാര്യം ജയിക്കും. പക്ഷെ ആ ചെറിയ കാര്യം നമ്മളെ കൊണ്ട് ജയിക്കുന്നുണ്ടോ, ദൈവത്തോട് ചോദിക്കുന്നുണ്ടോ എന്നും നമ്മൾ ആർക്കൂടെ ആഗ്രഹിക്കും. നമ്മുടെ മക്കളെ അനുഗ്രഹിക്കണമേ, കൊച്ചുമക്കളെ അനുഗ്രഹിക്കണമേ, പിന്നെന്താ കിണറ്റിൽ വെള്ളം കാണണമേ, പിന്നെ ഞായറാഴ്ച യോഗത്തിന് പോകണം, എന്തെങ്കിലും പോകണം, അല്ലേ? അത് ഞായറാഴ്ച യോഗത്തിന് പോയില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരില്ല. എവിടെങ്കിലും കർത്താവിനെ ആരാധിച്ചാൽ മതി എന്ന് പറയുന്നവരുണ്ട്. അങ്ങനല്ല, നമ്മുടെ സഭയിൽ തന്നെ കർത്താവിനെ ആരാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ, ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ജീവിതമാണ്. ഒരു കൈ നിറച്ച് പ്രത്യാശയുമായിട്ട് ആശയുമായിട്ട് ദൈവം ഇത് സാധിപ്പിച്ചു തരുമെന്നുള്ളതായിരിക്കുന്ന പൂർണ്ണ വിശ്വാസത്തിൽ ദൈവത്തിന് പുറകെ നടക്കുക. തമിഴ്നാട്ടിലെ ഭിക്ഷക്കാരെ കണ്ടുണ്ടോ നിങ്ങൾ? തമിഴ്നാട്ടിലൊക്കെ പോയി ബസ് കയറാൻ ചെന്നാൽ ആ ബസ് സ്റ്റാൻഡിൽ കാണുന്ന പിള്ളേരെ ഇങ്ങനെ മാന്തും, പോടാന്ന് പറഞ്ഞാൽ പിന്നെ മാന്തും. ബസ് കയറി കഴിഞ്ഞാലും ഒരു കയറുമെന്ന് മാന്തും. കൊണ്ടേ പോകത്തുള്ളൂ. നമ്മൾ എന്തെങ്കിലും കൊടുത്തു വെക്കും. കാരണം എന്താ, അവന്റെ തെണ്ടി ജീവിതമാണ്. ആ തെണ്ടി ജീവിതത്തിന്റെ രഹസ്യം എന്താണെന്നറിയാമോ? ഇത് തന്നെ. അവൻ ആഗ്രഹിക്കുന്നത് കിട്ടുന്നത് വരെ അവൻ ഞൊണ്ടിക്കൊണ്ടും മാന്തിക്കൊണ്ടും ഇരിക്കും. വേറെ ചിലർ കുറച്ചിട്ട് അഭിമാനമുള്ള തെണ്ടികളുണ്ട്. അവരെ 1-2 പ്രാവശ്യം സാറേ അവനെ കൊടുത്തില്ലേ അവനെ വിളിച്ചിട്ട് ശാപവും പറഞ്ഞ് തെറിയും പറഞ്ഞിട്ട് അവനെ അങ്ങനെ പോകും. അവൻ അങ്ങനെ പോകാൻ, പക്ഷെ അവനൊന്നും കിട്ടത്തില്ല. കിട്ടുന്നത് ആർക്കേ ഉള്ളൂ? നമ്മളെ ഈ ഞൊണ്ടിക്കൊണ്ടിരിക്കുന്നവനെ കിട്ടത്തുള്ളൂ. കാരണം അവനെ തെണ്ടുന്നതിന്റെ ടെക്നിക്ക് അവന് അറിയാം. അവനോട് ചോദിച്ചാൽ അവൻ പറയും, തെണ്ട് ജീവിതം എന്നതോ കിട്ടുന്നത് വരെ
തരുമെന്നുള്ള വിശ്വാസത്തിൽ ഞൊണ്ടിക്കൊണ്ടിരിക്കുന്നതാണ് എന്റെ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാ വാക്യമുണ്ട്, ദൈവം നമുക്ക് വേണ്ടി എഴുന്നേറ്റ് പ്രവർത്തിക്കുന്നത് വരെ ദൈവത്തിന് സ്വസ്ഥത കൊടുക്കരുതെന്നാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നവരോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് യെശയ്യാപ്രവചനം എവിടെയാ അത് പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ ഒരു വാക്യമുണ്ട്, ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ അവന് വിശ്രമം കൊടുക്കരുത്. ദൈവത്തിന് നിങ്ങൾ വിശ്രമം കൊടുക്കരുത്. നിങ്ങൾ ചോദിക്കുന്ന കാര്യം എഴുന്നേറ്റ് ദൈവം തരുന്നത് വരെ. കർത്താവ് പറഞ്ഞ ഓർമ്മയില്ലേ, അർദ്ധരാത്രിക്ക് ഒരുത്തം വന്നു, വിരുന്നുകാർ വന്നു വീട്ടില്, അയാളെ ചെന്ന് മുട്ടി, മിണ്ടിയില്ല, പിന്നെയും മുട്ടി, അനങ്ങുന്നില്ല, കേട്ടിലാണ്, പിന്നെയും മുട്ടി. ശല്യമാണല്ലോ, മനുഷ്യരെ ഉറക്കുകയില്ല, പിള്ളേർ കൂടെ കിടക്കുന്നു, അതിനെ ഉണർത്തുമല്ല, ഇനി അത് ഉണർന്നാക്കുന്നത് ഇന്ന് രാത്രി ഉറക്കം നടക്കുമോ? ഓരോ മനുഷ്യ അവസാനം എഴുന്നേറ്റ് അവന് വേണ്ടുവോളം കൊടുക്കുമെന്നാ പറഞ്ഞത്. അത് പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞത്. ദൈവത്തിന്റെ സന്നിധിയിൽ അങ്ങനെ വേണമെന്നാ പറഞ്ഞത്. ദൈവം ഒരു പ്രാവശ്യം ചോദിച്ചു, 2 പ്രാവശ്യം ചോദിച്ചു, 3 പ്രാവശ്യം മുട്ടി, അതുകൊണ്ട് തന്നില്ലെന്നും പറഞ്ഞ് പ്രാർത്ഥന നിർത്തി പൊക്കളയരുത്. നിനക്കത് ആവശ്യമില്ല എന്ന് ദൈവം നമ്മോട് പറയുന്നത് വരെ നമ്മൾ പൊട്ടിക്കൊണ്ടിരിക്കണം, ദൈവം നമുക്ക് തരും. നിനക്കത് ആവശ്യമില്ലെന്ന് കർത്താവ് പറഞ്ഞാൽ ഇല്ല. പൗലോസ് പല പ്രാവശ്യം ചോദിച്ചു, 3 പ്രാവശ്യം ചോദിച്ചു, കർത്താവ് പറഞ്ഞു നിനക്ക് അത് ആവശ്യമില്ല, നിനക്ക് വേണ്ട കൃപയാന്ന് പറയാം, അത് തരാം. പിന്നെ ചോദിച്ചു. അപ്പൊ ഈ ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ദൈവത്തിന്റെ പുറകെ നടന്ന്, ദൈവവുമായി നടന്ന്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ സ്വായത്തമാക്കുന്നതാണ്. നിങ്ങളെങ്ങനെ ദൈവത്തിന്റെ പുറകെ നടന്ന് നേടിയ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? നിങ്ങൾ നിരന്തരം ദൈവത്തിന്റെ പുറകെ, ദൈവം വാഗ്ദത്തം ചെയ്താണ് എന്നിട്ട് കിട്ടിയില്ല, തന്നേ നോക്കൂ, നീ പറഞ്ഞതാണ്, നീ വാക്ക് വായിക്കണം, നീ സത്യത്തിന് നീതിയുള്ള ദൈവമാണ്, നേരെയുള്ള ദൈവമാണ്, ഊവെന്ന് പറഞ്ഞാൽ ഊവെന്നാണ്, പറഞ്ഞ വാക്ക് പാലിച്ചേ നോക്കൂ, എനിക്ക് തന്നേ നോക്കൂ എന്ന് പറഞ്ഞ് അവസാനം ദൈവം പറഞ്ഞു. അങ്ങനെ അത്ര വിശ്വാസം നിനക്ക് ഇന്നോ? പ്രത്യാശ എന്ന അത് ആശ എന്ന് പരിഭാഷ ചെയ്യുന്നേ ഉള്ളൂ. ഹോപ്പ് ടു ഫോർ എന്നാ, ഹോപ്പ് ടു ഫോർ. അത് മലയാള ട്രാൻസ്ലേഷനിൽ ആശ പ്രത്യാശ ഒരേ വാക്ക, ഹോപ്പ് എന്നുള്ള വാക്ക്. ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ലവ്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, അതേ വാക്കാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ദൈവം 1000കണക്കിന് വാഗ്ദത്തങ്ങൾ ബൈബിളിൽ തന്നിട്ടുണ്ട് തന്റെ മക്കൾക്ക് വേണ്ടി. ചോദിപ്പി നൽകി തരാമെന്ന് പറഞ്ഞിട്ട് അന്വേഷിപ്പിൽ കിട്ടുന്ന ഒരുപാട് വാഗ്ദത്തങ്ങൾ. അത് നമ്മൾ അവകാശപ്പെടണം. കർത്താവ് പറഞ്ഞത് അവൻ ചെയ്യാതിരിക്കുകയില്ല, ഞാനത് ചോദിച്ചു വാങ്ങും. നമ്മുടെ അപ്പന്മാരെ പോലല്ല. നമ്മുടെ അപ്പന്മാരൊന്നും വാഗ്ദത്തം പാലിക്കും. നിങ്ങളുടെ അപ്പനായിരിക്കും. എന്റെ അപ്പൻ എപ്പോഴും വാഗ്ദത്തം പാലിച്ചിരുന്നൊന്നുമില്ല. എന്റെ അപ്പച്ചനെ എനിക്ക് വലിയ സ്നേഹവും ബഹുമാനമാണ്. പക്ഷെ അപ്പച്ചൻ വാക്ക് പറഞ്ഞാൽ അതുപോലെ, വാക്കെന്ന് പറഞ്ഞാൽ സാമ്പത്തിക കാര്യങ്ങളുടെ കാര്യമല്ലേ. ഞാൻ ചെറുപ്പമായിരിക്കും ഇപ്പോഴും ഓർക്കുന്നുണ്ട്, മാരാവൺ കൺവെൻഷൻ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പച്ചനോട് വഴക്ക് കിട്ടുമായിരുന്നു. അപ്പച്ചൻ പറഞ്ഞു, ഈ ഒരു കാര്യം, ഈ വർഷം നീ ഒരുങ്ങാൻ പറഞ്ഞു, വെള്ളിയാഴ്ചയാണ്, നീ ഒരുങ്ങി ഷർട്ട് ഒക്കെ റെഡിയായി വരാൻ പറഞ്ഞു. ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പച്ചൻ അങ്ങനെ എല്ലാവരും, അപ്പച്ചനും ഒരുങ്ങി, ഞാനും ഒരുങ്ങി. ഉറങ്ങാൻ നേരം അപ്പച്ചൻ പറഞ്ഞു, അടുത്ത വർഷം നിന്നെ കൊണ്ടുവന്നി പോകണം പറഞ്ഞു. ഞാൻ പുറത്തേക്ക് പോയിരുന്നു, കരഞ്ഞു. എനിക്ക് ഭയങ്കര പ്രയാസം തോന്നി. അന്ന് ഞാനൊരു കാര്യം പഠിച്ചു, ഇനി മേലും ഞാൻ അപ്പച്ചനോട് ഒരു കാര്യം ചോദിക്കുകയില്ല, അങ്ങനെ പറയുകയില്ല. ഫീസിന് കാശ് ചോദിക്കുകയല്ലേ ഉള്ളൂ, അല്ലാതെ ഒന്നും ചോദിക്കുകയില്ല. അപ്പൊ അമ്മ പറഞ്ഞു, മോനെ 2-3 കൊല്ലം കൊണ്ട് കഴിയുമ്പോൾ നിനക്ക് തന്നെ പോകാനും വരാനും ഒക്കെ പ്രായമാകും, അപ്പൊ നീ ഇഷ്ടം പോലെ ഒക്കൊള്ളാൻ പറഞ്ഞു. ഞാനതാ ചെയ്തത്. അപ്പോഴും എനിക്കുള്ള സന്തോഷം എന്താണെന്നറിയാമോ? എന്റെ സ്വർഗീയ പിതാവ് അതുപോലെയല്ല, ചോദിച്ചാൽ നൽകി തരുന്നതാണ്. ഞാൻ എന്റെ മക്കളോടൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഈ കഴിഞ്ഞ പ്രാവശ്യം, അതിന് മുമ്പത്തെ പ്രാവശ്യം ഇങ്ങനെ മക്കളെല്ലാം കൂടെ വന്ന്, കൊച്ചുമക്കളും വന്നപ്പോൾ എല്ലാ കാര്യം പറഞ്ഞു ഡാഡി ഞങ്ങൾക്ക് വലിയ പേടിയായിരുന്നു, അതുകൊണ്ട് ഞങ്ങളൊന്നും ചോദിക്കാറില്ല. സ്കൂളിൽ പിക്നിക് ഉണ്ട്, എക്സ്കർഷന് പൊക്കോട്ടെ എന്ന് ചോദിച്ചാൽ ഡാഡി സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് പോടാൻ ഞാൻ ചോദിക്കാറില്ല. പക്ഷെ മോൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിലും ഞങ്ങൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അർദ്ധരാത്രിക്ക് ആരും എഴുന്നേറ്റ് പോയി വാങ്ങി തന്നിട്ടുണ്ട്. ചോദിച്ചിട്ട് തരാത്തൊരു കാര്യമില്ല. ഞങ്ങൾ ചോദിക്കുകയില്ല, ചോദിക്കാൻ പേടിയാണ്. പക്ഷെ ചോദിച്ചാൽ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. അത് ശരിയാണ്. എൻ്റെ മക്കൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ അവർക്ക് ആവശ്യമുള്ളത് ചോദിക്കും, വെറുതെ എന്നോട് ചോദിക്കത്തില്ല. ചോദിച്ചാൽ കിട്ടിയില്ലെന്ന് അവർക്കറിയാം. അവർ ചോദിച്ചാൽ ഞാൻ അർദ്ധരാത്രിക്കാണെങ്കിലും എഴുന്നേറ്റ് പോയി അത് വാങ്ങിക്കൊടുക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈവം എത്രയോ വലിയ ദൈവമാണെന്ന് ഞാൻ പറയാം. നമ്മുടെ ദൈവം തന്നോട് രാപ്പകൽ യാചിക്കുന്നതിന്റെ മക്കൾക്ക് വേണ്ടി ജാഗരിച്ച് ചെയ്യുന്ന ഒരു ദൈവമാണ്. പക്ഷെ എവിടെ ആ സ്റ്റൈൽ ഓഫ് ക്രിസ്ത്യ ജീവിതം? നമ്മൾ ജോർജ് മുള്ളറിന്റെ ജീവിതത്തെ കുറിച്ചൊക്കെ വായിക്കുന്നില്ല. എന്തോ 2000 അനാഥ പിള്ളേരെ ചോദിച്ച് നാവുകൊണ്ട് ചോദിച്ച് മാത്രം വാങ്ങിയ ഒരു മനുഷ്യനാണ്. ജോർജ് മുള്ളറിന്റെ ദൈവം മരിച്ചുപോയോ? ജോർജ് മുള്ളർ മരിച്ചു, ദൈവം മരിച്ചോ? ഇപ്പൊ പിന്നെന്താ ജോർജ് പറ്റാത്തത്? ജോർജ് മുള്ളർ ദൈവത്തിൽ വിശ്വസിച്ചു, ആശിക്കുന്നതിന് ഉറപ്പുണ്ടായിരുന്നു. ദൈവം എന്ന് പറഞ്ഞു, ഞാൻ അനാഥരുടെയും വിധവമാരുടെയും ദൈവമാണെന്ന് പറഞ്ഞു. മക്കളപ്പം ചോദിച്ചാൽ കല്ലിനെ കൊടുക്കുമോ? മീനെ ചോദിച്ച പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ച തേളിനെ കൊടുക്കുമോ? ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ലദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം. ജോർജ് മുള്ളറുടെ പ്രാർത്ഥനാ മുറിയിൽ അങ്ങനെ ആ വാക്ക് എഴുതി വെച്ചിരുന്നു, അനാഥരുടെയും വിധവമാരുടെയും പിതാവാണ്. പിന്നെ മക്കൾ ചോദിച്ചാൽ ഈ വാക്യം, അതിന്റെ മുന്നേ പോയി മുട്ടുകുത്തിയാണ് ചോദിക്കുന്നത്, ദൈവമേ ഈ വാക്ക് നീ പറഞ്ഞതാണ്, എനിക്ക് 2000 അനാഥ പിള്ളേരുണ്ട്, അവർക്ക് രാവിലെ കഴിക്കാൻ ഒരാഹാരവും ഇല്ല. മക്കൾ അപ്പം ചോദിച്ചാൽ തരാമെന്നാണ് നീ പറഞ്ഞിട്ടുള്ളത്, കല്ല് തരിയില്ലെന്നാ പറഞ്ഞത്. രാവിലെ അവർക്ക് അപ്പം വേണം, തന്നില്ലെങ്കിൽ നീ എന്റെ വാക്ക് ലംഘിക്കുക. ദൈവം അത് അറേഞ്ച് ചെയ്യും. നമുക്ക് ആ വിശ്വാസമൊന്നുമില്ല. നമുക്ക് ചോദിക്കാൻ അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുകയില്ല. കാരണം നമ്മൾ നമ്മൾ പരിചയപ്പെട്ടുള്ള എല്ലാ ആളുകളും എങ്ങനെയാ? ചോദിച്ചാൽ തരാത്തവരാ. രാഷ്ട്രീയക്കാരെ പോലെ. രാഷ്ട്രീയക്കാരെന്ന് പറയും, എന്നെ വിജയിപ്പിച്ചാൽ ഈ റോഡ് മുഴുവൻ സ്വർണം പൂശി തരുമെന്നൊക്കെ പറയില്ലേ. ഇന്ന് ഞാൻ ഒരു പുസ്തകം വായിച്ചപ്പോൾ രസകരമായ ഒരു കാര്യം കണ്ടു. ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനോട് പറഞ്ഞു, അയാൾ ഇലക്ഷൻ നിൽക്കുക, എടോ നിങ്ങൾ എനിക്ക്
വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യാതെ ഞാൻ പരാജയപ്പെട്ടാൽ ഞാൻ ചാവുമെന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ ജയിച്ചില്ല. രണ്ടാമത്തെ ഇലക്ഷൻ ആയിട്ട് ചെന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ വോട്ട് തരികയില്ല, നിങ്ങൾ വാക്ക് പാലിക്കുന്നതല്ല, കഴിഞ്ഞ വോട്ട് നിങ്ങൾ പറഞ്ഞു തോറ്റാൽ ഞാൻ ചാവുമെന്ന്. നിങ്ങൾ ഇപ്പൊ വീണ്ടും വന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് ഞാൻ വോട്ട് ചെയ്യില്ലെന്ന് പറഞ്ഞു. അതാണ് തന്നെ രാഷ്ട്രീയക്കാർ. അവർ പല കാര്യങ്ങളും പറയും, അവർ ചെയ്യില്ല, ചെയ്യാൻ ഉദ്ദേശിച്ചല്ല പറയുന്നത്, നമ്മുടെ മേലെ സമ്മർദ്ദം വിടാൻ വേണ്ടിയാ. ദൈവം അങ്ങനല്ല. ദൈവം നമ്മളോട് എന്തെല്ലാം കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടല്ലേ. നമ്മൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ തട്ടിമുട്ടി കഴിയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഉണ്ടോ? ഒരു ആവശ്യവുമില്ല. വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാ. നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അസാധ്യമായ കാര്യങ്ങൾ തരും. ഇബ്രാഹിം 11 അധ്യായത്തിൽ അസാധ്യമായ കാര്യങ്ങളെ കുറിച്ച് തന്നെ പറയുന്നത്. സാധാരണ മനുഷ്യൻ ചോദിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ചോദിച്ച്. വിശ്വാസം എന്നതോ പ്രത്യാശിക്കുന്നതിന് ഉറപ്പ്, ആശിക്കുന്നതിന് പറഞ്ഞതാണ്. പ്രത്യാശിക്കുന്ന കാര്യങ്ങൾ ദൈവം വാഗ്ദത്തം ചെയ്യുകയും നാം അത് മുറുകെ പിടിക്കുകയും ചെയ്താൽ അത് ദൈവം ചെയ്യും എന്നുള്ളതായിരിക്കുന്ന ഉറപ്പാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ ആധാരം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർ എപ്പോഴും എന്ത് ചെയ്യുന്ന അറിയാമോ? എല്ലാ ദിവസവും അവരൊരു പ്രോമിസെങ്കിലും ഇങ്ങനെ തികഞ്ഞുകൊണ്ടിരിക്കും. ഏതാ? ബൈബിളിൽ നിന്ന്. ദൈവത്തിന് ചോദിക്കാൻ, ഇന്ന് നീ എനിക്ക് തന്ന വാഗ്ദത്തം ഇതാണ്, അത് ചെയ്തേക്കും. എല്ലാ വാഗ്ദത്തവും ഉടനെ ചെയ്യുന്നതല്ല. ചിലത് അബ്രാഹാമിനോട് പറഞ്ഞ പോലെ നിന്റെ 4ാം തലമുറയിലെ ആളുകൾക്കേ കൊടുക്കത്തുള്ളൂ. അങ്ങനെയുള്ള വാഗ്ദത്തങ്ങളുണ്ട്. നിന്റെ സന്തതി അനുഗ്രഹിക്കാവുന്നു, അവരുടെ സന്തതി അനുഗ്രഹിക്കാവുന്നു. അങ്ങനെ ചോദിക്കണം. ഞാൻ എന്റെ സന്തതികൾക്ക് വേണ്ടി ചോദിക്കുന്ന, അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഞാൻ ഇപ്പോഴേ പ്രാർത്ഥിക്കുന്നതാണ്. 4ാം തലമുറയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉള്ള കാര്യം പറയാം. ദൈവത്തോട് ചില കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു. 3 തലമുറ കണ്ടു, ഇനി 4ാമത്തെ തലമുറ. അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ചോദിക്കാനല്ലേ പറഞ്ഞത്, നിങ്ങൾക്ക് തരാമെന്നാണ് ദൈവം പറഞ്ഞത്. നീതിമാൻ ഇങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ട്, അവൻ 3ഉം 4ഉം തലമുറ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ ധൈര്യമായിട്ട് ചോദിക്കാൻ? ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് പ്രത്യാശയുടെ ഒരു ജീവിതമാണ്. ദൈവം വാഗ്ദത്തം ചെയ്ത കാര്യങ്ങൾ നാം അവകാശപ്പെടുകയും അത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും ചെയ്യും. അങ്ങനെ പ്രാപിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദൈവം വാഗ്ദത്തം ചെയ്ത കാര്യങ്ങൾ പ്രാപിക്കണം. ദൈവം തരുന്നവനാകട്ടെ. പൗലോസിന് ദൈവം കൊടുത്തു. പൗലോസിന്റെ ദൈവം നമ്മുടെ ദൈവമാണ്. അബ്രാഹാമിന് ദൈവം കൊടുത്തു, ഇസ്ഹാക്കിന് കൊടുത്തു, യാക്കോബിന് കൊടുത്തു. ആ ദൈവം നമ്മുടെ ദൈവമാണ്. ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്ത പല വാഗ്ദത്തങ്ങളും നാം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത വാഗ്ദത്തങ്ങളാണ്. നാം ഇതുവരെയും ചരിത്രത്തിൽ ആരും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് ദൈവം വാഗ്ദത്തം ചെയ്ത്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോകുന്നു, വല്ലവരും കണ്ടിട്ടുണ്ടോ? ഇല്ല, നീ പറഞ്ഞതാണ്, ഈ സ്ഥലം ഒരുക്കും, യാതൊരു സംശയവുമില്ല. ആ ഉറപ്പ് എനിക്കുണ്ട്. അപ്പൊ എനിക്ക് വേണ്ടി അവിടെ സ്ഥലം ഒരുക്കുന്നപ്പോൾ ഞാൻ ഇവിടെ ഒരുപാട് കിടന്ന് പണിയേണ്ട ആവശ്യമുണ്ട്. ഇവിടെ വീട് വെക്കുന്നത് തെറ്റാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്. പക്ഷെ എനിക്ക് അവിടെ വലിയൊരു വീട് വെക്കുമ്പോൾ എന്റെ കിട്ടുന്ന കാശ് എനിക്ക് അങ്ങോട്ട് അയക്കരുത്. ഇല്ലാത്ത കാര്യങ്ങൾ എങ്ങനെയാ കിട്ടുന്നത്? ഉള്ളത് എന്തെങ്കിലും ഉള്ളത് ചോദിച്ചെങ്ങനെ കിട്ടും? നമുക്കില്ലാത്ത കാര്യങ്ങൾ. എനിക്ക് ഒരു റോൾസ് റോയ്സ് കാറില്ല, അപ്പോ വിശ്വാസം എന്ന് പറഞ്ഞാൽ വരട്ടെ റോൾസ് റോയ്സ് കാർ എന്നുള്ളതാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ നല്ല സുഖമൊക്കെ കിട്ടും. അങ്ങനെയൊക്കെയാ ഇപ്പൊ ചില ആളുകളൊക്കെ അങ്ങനെയാണ് അവർ പറയുന്നത്. എന്റെ പ്രിയമുള്ള ഒരു വിശ്വാസം, ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്ന ഒരു വലിയ ജീവിതമാകട്ടെ, വണ്ടർഫുൾ ലൈഫ്. ആദ്യം പട്ടിണി കിടക്കണം, കഷ്ടം അനുഭവിക്കണം, തല്ലുകൊള്ളണം, കല്ലേറ് കൊള്ളണം, അതിൽ രോഗം വരും, ചിലപ്പം മരിച്ചു പോയെന്ന് വരും. ഇതെല്ലാം അതിന്റെ ഒരു ഭാഗമാണ്. പക്ഷേ എല്ലാവരും മരിക്കുന്ന പോലെ ആയിരിക്കില്ല മരിക്കാൻ. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് അതെ. ഇപ്പൊ ആരുടെ മരണമേ ഉള്ളൂ വിലയേറെ. എങ്ങനെ ഈ ചത്തു കഴിഞ്ഞാൽ ഭക്തനാകുന്ന ചാകുന്നതിന് മുമ്പാന്ന് ഭക്തനാകും. അപ്പൊ എന്ന് പറഞ്ഞാൽ ഭക്തനായി ജീവിക്കുന്നവനാ ഭക്തനായി മരിക്കുന്നത്. അല്ല ചാകുന്നതിന് 5 മിനിറ്റ് മുമ്പ് എന്താവെന്ന് പറഞ്ഞാൽ ഞാൻ ഭക്തനാ കർത്താവേ, അങ്ങനെ ഭക്തനൊന്നും ആകാൻ ഒക്കുകയില്ല. തന്റെ ഭക്തന്മാരുടെ മരണം ദൈവത്തിന് വേണ്ടി ഈ ഭൂമിയിൽ ദൈവം പറഞ്ഞതുപോലെ ജീവിച്ച് ആ ജീവിതം അവസാനിപ്പിച്ച് കഴിച്ച ശേഷം പിന്നെ മരണമാണല്ലോ. അങ്ങനെ മരിക്കുന്നവരുടെ മരണം ദൈവത്തിന് ഭയങ്കര പ്രസാദം. ദൈവം അങ്ങനെയുള്ള മരണത്തിൽ ഇഷ്ടപ്പെടുന്ന ആൾ. ഇന്നിപ്പോ ദൈവം ഏൽപ്പിച്ച ജോലി എന്താണെന്നും അറിയില്ല. ഒട്ടുമിക്കാരും വിശ്വാസികൾ അവരെന്തെങ്കിലും ജോലി ചെയ്യുന്നതല്ല, ഉപജീവനത്തിന് വേണ്ടി എന്തെങ്കിലും ജോലി ചെയ്യുന്നതല്ല. അത് ദൈവം അവരെ ഏൽപ്പിച്ച ജോലി. ദൈവം എന്നെ ഏൽപ്പിച്ച ജോലി എന്താണെന്ന് ഞാൻ അറിയാതെ എങ്ങനെയാ ഞാൻ ആ ജോലി തീർക്കുന്നത്? നല്ലതെന്ന് വിചാരിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്താൽ മതിയോ? അതായിരിക്കില്ലല്ലോ ദൈവം പറയുന്നത്. നിങ്ങളെ ദൈവം എന്താ ഏൽപ്പിച്ചത്? എന്റെ ജോലിയാ ഏൽപ്പിച്ചത്. എല്ലാ വിശ്വാസിക്കും ഒരു ജോലി കൊടുത്തിട്ടുണ്ട്, അത് യാതൊരു സംശയവും. ഒരു ജോലി കൊടുത്തിട്ടില്ലാത്ത ഒരാളുണ്ടേ അവൻ രക്ഷിക്കപ്പെട്ടവനല്ല. കാരണം രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ഒരു കൃപാവരം ഉണ്ടല്ലോ. ആ കൃപാവരവുമായി ബന്ധപ്പെട്ട ഒരു ജോലി ഉണ്ടല്ലോ. ശുശ്രൂഷയ്ക്ക് കൃപാവരം കൊടുത്തിരിക്കുന്ന ജോലി എന്താ? മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക എന്നല്ലേ. ഉപദേശത്തിന് കൃപാവരം കൊടുക്കുന്ന ജോലി എന്താ? ഉപദേശിക്കുക എന്നുള്ളതല്ലേ. പ്രബോധനത്തിന് കൃപാവരം കൊടുക്കുന്ന ജോലി എന്താ? പ്രബോധിപ്പിക്കുക എന്നുള്ളതല്ലേ. കഷ്ടം സഹിക്കുക എന്നുള്ളതും കൃപാവരമാണ്. നിങ്ങൾക്ക് വിശ്വസിപ്പാൻ മാത്രമല്ല കഷ്ടമേൽക്കാനും വരം നൽകിയിരിക്കുന്നു. ചില വിശ്വാസികൾ കഷ്ടമേൽക്കാനുള്ള വരമാണ്. അവർ രക്ഷിക്കപ്പെട്ടപ്പോൾ തുടങ്ങി മരിക്കുന്നത് വരെയും കഷ്ടതയുടെ പുറത്ത് കഷ്ടതയാണ്. അത് സന്തോഷത്തോടെ അങ്ങോട്ട് സഹിക്കണം. അതാ അവരുടെ ജോലി. അപ്പൊ നമ്മളെ ഏൽപ്പിച്ച ജോലി എന്താണെന്ന് നാം അറിയണം. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടാണ് ഞായറാഴ്ച മന്ദിരത്തിൽ പാട്ട് ക്രിസ്ത്യ ജീവിതമൊന്നും ആവില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം, അതൊന്നും ക്രിസ്ത്യ ജീവിതമൊന്നുമല്ല. ക്രിസ്ത്യ ജീവിതം ആകണമെങ്കിൽ നമ്മെ ഏൽപ്പിച്ച ജോലി എന്താണെന്ന് അവർ കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണെന്ന് പറഞ്ഞാൽ അത് ദൈവം പറഞ്ഞതാണെങ്കിൽ അച്ചട്ടായിട്ടുണ്ടെന്ന് വിട്ടാര് പറയും. അച്ചട്ടായിട്ട് അപ്പൊ ഉറപ്പെന്നാന്ന് തോന്നല്ലേ.
ദൈവം പറഞ്ഞതാണെങ്കിൽ അത് തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ജീവിക്കണം. അങ്ങനെയൊക്കെ അല്ല ജീവിച്ചില്ലേ ഇങ്ങനെ പോകും. ക്രിസ്ത്യൻ ജീവിതമൊന്നും അല്ല എല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിക്കും. ജനിച്ചാൽ കുറച്ച് നേരം പഠിത്തം പോകും, സ്കൂളിൽ പോകും, കുറച്ച് കഴിഞ്ഞ് കല്യാണം കഴിക്കും, കുറച്ച് കഴിഞ്ഞ് ജോലി കിട്ടും, അങ്ങനെയൊക്കെ ഒരു വീട് വെക്കും, ഒരു കാർ വാങ്ങിക്കും, അങ്ങനെയൊക്കെ ജീവിച്ച് ഒരു ദിവസം ചെയ്യും, ഒരു ദിവസം ചാവും. എനിക്കൊരു സ്നേഹിതനുണ്ടായിരുന്നു, റേമൂർ എന്ന് പറയും. ഞാനും റേമൂറും ഞങ്ങൾ 2 മൂപ്പന്മാരായിരുന്നു. അമേരിക്കയിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ ഞങ്ങൾ വർക്ക് ചെയ്തായിരിക്കുന്ന കമ്പനി ഒരുപാട് ഓവർ ടൈം ഉണ്ട്. ഓവർ ടൈം വർക്ക് ചെയ്തെങ്കിലേ കാശ് കിട്ടും. കാരണം റെഗുലർ ജോബിലേക്ക് ഒരു മണിക്കൂറിന് $10 ആണെങ്കിൽ ഓവർ ടൈം ചെയ്യുമ്പോൾ $15 കിട്ടും ആദ്യത്തെ 4 മണിക്കൂർ. പിന്നെ 4 മണിക്കൂർ കൂടുതൽ ഓവർ ടൈം ചെയ്താൽ $8 വെച്ച്, $4 ആണെങ്കിൽ ശമ്പളം $8 വെച്ചു. അപ്പൊ അതിലാണ് എല്ലാവരും, ഞാനും എങ്ങനെയെങ്കിലും മറ്റേ ചെയ്യത്തുള്ളൂ. ഞങ്ങളുടെ ജോലി ഒന്ന് തീരാൻ വേണ്ടി നോക്കിയിരിക്കുക. കാരണം ഞങ്ങൾക്ക് ബൈബിൾ ക്ലാസ് ഉണ്ട്, വിസിറ്റേഷൻ നടത്താനുണ്ട്, പിള്ളേരോട് കളിക്കാനുണ്ട്, സെമിനാരി പഠിക്കാനുണ്ട്, ഹോംവർക്ക് ചെയ്യാനുണ്ട്. അപ്പൊ കൂടെ ജോലി ചെയ്ത ഒരു സ്ത്രീയെ, 10-50 വയസ്സുള്ള സ്ത്രീയെ, അവരൊക്കെ റേയോട് ചോദിച്ചു, റേ നീ എന്താ ഓവർ ടൈം ചെയ്യാത്തെന്ന് ചോദിച്ചു. എന്നിട്ട് കാശിന് ആവശ്യമില്ലെന്ന് ചോദിച്ചു. റേവറിന് കാശിന് ആവശ്യമോ, എന്തോരം ആവശ്യമോ കാശിനുള്ളതെന്ന് അറിയാം, പിന്നെന്താ ഓവർ ടൈം ചെയ്യാത്തത്? അത് കാശിനേക്കാൾ പ്രാധാന്യമുള്ള കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അല്ല കാശില്ലാതെ ഒക്കെ ജീവിക്കും, ശരിയാണ്. നിങ്ങൾ ഒരുപാട് ഓവർ ടൈം ചെയ്യുന്ന, ഒരു 40 മണിക്കൂർ റെഗുലറും പിന്നെ ഒരു 20 മണിക്കൂറും അല്ലെങ്കിൽ 40 മണിക്കൂർ ഓവർ ടൈം ചെയ്ത് ഇത്രയും വലുപ്പത്തിലുള്ള പേച്ചക്കും കൊണ്ട് എല്ലാ മാസം പോകുന്നവർ. അപ്പൊ അവരോട് റേ ചോദിച്ചു, അല്ല നിങ്ങൾ ഈ ഓവർ ടൈം എല്ലാം ചെയ്തിട്ട് ഈ കാശെല്ലാം കൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, ഞാൻ നല്ല വീട് വാങ്ങിയിട്ടുണ്ട്, പിന്നെ എന്നിട്ട് നല്ല കാർ വാങ്ങിയിട്ടുണ്ട്, എന്നിട്ട് ഞാൻ കാർ രാവിലെ ഓടിച്ച് ജോലിക്ക് വരും, എന്നിട്ട് ജോലി കഴിയുമ്പോൾ കാർ ഓടിച്ച് വീട്ടിൽ പോകും, എന്നിട്ട് എൻ്റെ വീട്ടിൽ നല്ല, അന്നത്തെ കാലത്ത് TV ഒക്കെ ഇറങ്ങി വരുന്നേ ഉള്ളൂ, 19 വർഷം മുമ്പാണ്, നല്ല TV ഉണ്ട്, സ്റ്റീരിയോ ഉണ്ട്, അതുകൊണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവർ പറഞ്ഞു. എന്നിട്ട് റേ ചോദിച്ചിട്ട് പറഞ്ഞു, അവസാനം പറഞ്ഞു, എന്നിട്ട് ഒരു ദിവസം ചാവും. എന്നാ പിന്നെ ഇപ്പോഴേ അങ്ങ് ചാകരുത്, ഈ ബുദ്ധിമുട്ടെല്ലാം എന്തിനാ, അങ്ങോട്ട് ഓടിക്കണം ഇങ്ങോട്ട് ഓടിക്കണം, ജോലിക്ക് വരണം, ജോലിക്ക് പോകണ്ട, ജീവിതം എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ, അവസാനം ചാകും എന്നുള്ളത്. എന്നാ പിന്നെ എന്നാ ചത്ത് കളയരുതെന്ന് ചോദിച്ചു. എന്തിനാ ഈ വെറുതെ അർത്ഥശൂന്യമായ കാര്യം? നിങ്ങളിപ്പോ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ജോലിക്ക് വരും, രാവിലെ ജോലി കഴിഞ്ഞ് പോകും, പിന്നെ TV കാണും, പിന്നെ കിടന്നുറങ്ങും, പിന്നെ രാവിലെ വണ്ടി ഓടിച്ചു വരും, പിന്നെയും വണ്ടി തിരിച്ച് ഓടിച്ചു പോകും, TV കാണും, ശാപ്പാട് കഴിക്കും, പിന്നെ വരും, ഇങ്ങനെ വരും. അങ്ങനെ നിങ്ങൾ 40 കൊല്ലം 50 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ദിവസം ചാകും. എന്നാ പിന്നെ ഇത്രയും സമയമെല്ലാം കളഞ്ഞിട്ട് നിങ്ങൾക്ക് ചാകരുതോ? അപ്പൊ ചോദിച്ചു, റേ നീ എന്തോ ചെയ്യുന്നതെന്ന് ചോദിച്ചു. റേ പറഞ്ഞു, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഞാൻ വീട്ടിൽ ചെല്ലും, എന്റെ ഭാര്യയുമായിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ച് വർത്തമാനമൊക്കെ പറയും, പിള്ളേർ സ്കൂളിൽ വിട്ട് വരും, അവരുമായിട്ട് കുറച്ചു നേരം കളിക്കും, എന്നിട്ട് എനിക്ക് ബൈബിൾ ക്ലാസ് എടുക്കാനുണ്ട്, ഞാൻ ബൈബിൾ ക്ലാസ് പോകും, സഹോദരന്മാരെ കാണാൻ പോകും, സെമിനാരി പഠിക്കാനുണ്ട്, എല്ലാം ചെയ്യും. എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ സ്വർഗത്തിലേക്ക് പോകും. അതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരെ പോലുള്ള ജീവിതമാണ്, ആ ജീവിതത്തിന് അർത്ഥമില്ല. അപ്പോ വിശ്വാസം എന്ന് പറയുന്നത്, ഞാൻ പറയും, വിശ്വാസം എന്ന്, ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ജീവിതമാണ്. വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ദൈവം ചെയ്ത വാഗ്ദത്തങ്ങളിൽ പ്രത്യാശ വെക്കുക. അതുപോലെ നാം കണ്ടിട്ടില്ലെങ്കിലും ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഉറപ്പായിട്ട് വിശ്വസിക്കുക. അങ്ങനെ തന്നെയാണ്. സ്വർഗമുണ്ട്, പുതിയ ആകാശം പുതിയ ഭൂമി വരും, ദൂതന്മാരുണ്ട്, പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, ദൈവം കർത്താവ് നമുക്ക് ഭവനം പണിയാനായിട്ട് പോവുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ്! ഇതെല്ലാം ഓർത്തിരുന്ന് ചിരിക്കുകയും ഇതെല്ലാം ഓർത്തിരുന്ന് സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. അല്ല, ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാല് കുറച്ച് കപ്പയും വേവിച്ച് 1 കിലോ മത്തിയും വേവിച്ചിരുന്ന് അടിച്ച് തന്നതുമായിട്ട് പറഞ്ഞ നല്ല കപ്പയായിരുന്നു. അതാണ് ക്രിസ്ത്യ ജീവിതം. അത് പറയണം. ഞാൻ ഇന്നും കപ്പ തിന്നിട്ടാണ് വന്നത്, എനിക്കിഷ്ടമുള്ള കാര്യമാണ്. നല്ല കപ്പയാന്ന് ഭാര്യയോട് പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നത്. അതല്ല ക്രിസ്ത്യ ജീവിതം. അപ്പോ എബ്രായലേഖനത്തിൽ പറയുന്നത് അതാണ്. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് പ്രത്യാശയും വിശ്വാസവുമാണ്. കാണാത്ത കാര്യങ്ങൾ നിശ്ചയം എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ്. ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു. പക്ക എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് അറിവുണ്ട്, എനിക്ക് അതേക്കുറിച്ചൊരു സംശയവുമില്ല. അതേക്കുറിച്ച് എനിക്ക് യാതൊരു സംശയവും. ദൈവം ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം ചെയ്യുമെന്നുള്ളത് ഞാൻ അച്ചട്ടായിട്ട് വിശ്വസിക്കുന്നു. അവൻ ചെയ്യും, ഇതുവരെ ചെയ്തിട്ടുണ്ട്. എന്റെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്, വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്നവനാണ്, സത്യസന്ധനായ നീതിമാനായ ഒരു ദൈവമാണ്. ദൈവം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാം, മറ്റാരും പറഞ്ഞാലും വിശ്വസിക്കാനൊക്കെ ഒരു ദൈവം പറഞ്ഞാൽ വിശ്വസിക്കാം. അങ്ങനെ ജീവിക്കുന്ന ജീവിതങ്ങളെ എന്തോരു ജീവിതമാണ് അല്ലേ? 2ാമത്തെ വാക്യം ഒരു രസകരമായ വാക്യമാണ്. അതിനാലല്ലോ പൂർവന്മാർക്ക്, ഏതിനാൽ? ഈ ആശയും ഈ വിശ്വാസവും കൊണ്ടാണ് പൂർവികന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ദൈവത്തിൽ അവർ വിശ്വസിച്ചു, ദൈവത്തിൽ ആശ വെച്ചു, അവർക്ക് ഭയങ്കര സാക്ഷ്യം ലഭിച്ചു. എന്താ സാക്ഷ്യം ലഭിച്ചത്? ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്, ദൈവം വല്ലതും പറഞ്ഞാൽ അത് അംഗീകരിക്കുന്നവരാണ്, പ്രത്യാശയാൽ ജീവിക്കുന്നവരാണ് പൂർവികന്മാർ. ആദാം തുടങ്ങി ഇങ്ങോട്ടുള്ളവര്. ആദാം രക്ഷിക്കപ്പെട്ട ആളാണോ അല്ലയോ എന്നൊക്കെ സംവാദിക്കാറുണ്ട്. എനിക്ക് സംശയമൊന്നുമില്ല ആദാം രക്ഷിക്കപ്പെടാണെന്ന്. കാരണം കർത്താവിനെ പറ്റി പറയുന്നത് ആദ്യത്തെ ആദാം ഒടുക്കത്തെ ആദാം എന്നൊക്കെയല്ലേ പറയുന്നത്.
അപ്പൊ ആദാമിനെ ഒരു ടൈപ്പായിട്ടാണ് പലയിടത്തും ചിത്രീകരിച്ചിരിക്കുന്നത്. കർത്താവിന്റെ ടൈപ്പ് രക്ഷിക്കപ്പെട്ട ആളല്ലെന്ന് തോന്നാൻ വലിയ കഷ്ടമായിരിക്കും. പക്ഷെ ടൈപ്പ് ബൈ കോൺട്രാസ്റ്റ് ഒക്കെ ശരി തന്നെ. വിശ്വാസവീരന്മാരുടെ പട്ടിക തുടങ്ങുന്നത് ഹാബേലിനെ കൊണ്ടാണ്. അത് ഞാൻ സമ്മതിച്ചു. എന്തുകൊണ്ട് ആദാമിന്റെ പേര് ആദ്യം പറഞ്ഞില്ല എന്നുള്ളതൊക്കെ നല്ല ചോദ്യം. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇപ്പൊ ആദാം സ്വർഗത്തിൽ ഇല്ലെന്ന് വിചാരിച്ചാൽ ആ സ്വർഗത്തിന് കുഴപ്പമൊന്നും വരില്ല. സ്റ്റാൻലി ജോൺസ് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ പേര്? ഈ സ്റ്റാൻലി ജോൺസ് ഇവിടെ ഇന്ത്യയിലൊക്കെ ഒരുപാട് വന്ന് ഈ മിഷണറി ആയിട്ടൊക്കെ പ്രവർത്തിച്ച ആളാണ്. ഇവിടെ മാരാൺ കൺവെൻഷന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരിക്കുന്നവരെ എല്ലാ വർഷവും വന്ന് പ്രസംഗിക്കുമായിരുന്നു. അപ്പൊ സ്റ്റാൻലി ജോൺസിനോട് ഒരു പത്രലേഖകൻ ചോദിച്ചു, മിസ്റ്റർ സ്റ്റാൻലി ജോൺസ്, മഹാത്മാഗാന്ധി സ്വർഗത്തിൽ കാണുമോ ഇല്ലയോ, എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? അപ്പൊ സ്റ്റാൻലി ജോൺസ് പറഞ്ഞൊരു ഉത്തരം ഭയങ്കര ഉത്തരമായിപ്പോയി. മഹാത്മാഗാന്ധി ഇല്ലാത്ത ഒരു സ്വർഗം വളരെ പാപ്പരത്വമുള്ള ഒരു സ്വർഗമായിരിക്കും. മഹാത്മാഗാന്ധി സ്വർഗത്തിൽ ചെല്ലുമെന്ന് ചോദിച്ച് സ്വർഗം പാപ്പരത്വമുള്ള ഭവിക്കുമോ? മഹാത്മാഗാന്ധിയാണോ സ്വർഗത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്? കർത്താവില്ലാത്ത സ്വർഗം എന്ന് പറഞ്ഞ് ചോദിക്കാൻ അയാൾ ചോദിച്ചതല്ല. കർത്താവ് യോഹനാനെ കുറിച്ച് പറഞ്ഞു മനുഷ്യരിൽ നിന്ന് സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും വലിയവനാരാ? യോഹനാൻ. എന്നാൽ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ ഈ യോഹനാനൊക്കെ വലിയവനായിരിക്കുന്നു. സ്വർഗത്തിന്റെ കാഴ്ചപ്പാട് സ്വർഗത്തിന്റെ അളവ് പോലും നമ്മുടെ അളവ് പോലല്ല. മദർ തെരേസ സ്വർഗത്തിൽ കാണുമെന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ടാന്നേ കാണുമെന്ന് ഞാൻ പറയും. ഇല്ലാതെ വന്നാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നതിൽ മദർ തെരേസയ്ക്ക് നഷ്ടം വരുമെന്നല്ല, സ്വർഗത്തിനൊന്നും നഷ്ടം വരാൻ. ഞാൻ പറഞ്ഞത് സ്വർഗം എന്ന് പറയുന്നത് ആര് പോകുന്നു എന്നുള്ളതല്ല സ്വർഗത്തിന്റെ മഹത്വം, ആരവിടെ ഉണ്ടെന്നുള്ളതാണ്. അവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്, വിശുദ്ധ ദൂതന്മാരുണ്ട്. സ്വർഗത്തിന്റെ മഹത്വം ദൂതന്മാരും അല്ല, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് സ്വർഗത്തിന്റെ മഹത്വം. ദൈവം വസിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ആരവിടെ ഉണ്ട് എന്നുള്ളതല്ല വിഷയം. എല്ലാവരും അവിടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ ആരവിടെ കാണുമെന്ന് നമുക്കറിയാം. കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ചവരെ അവിടെ കാണും. അല്ലാത്തവരെ ഈ ലോകത്ത് വലിയവരാണ് നല്ലവരാണെന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും സ്വർഗത്തിൽ പോകും. അപ്പൊ ഈ വിശ്വാസം എന്ന് പറയുന്നതും പ്രത്യാശ എന്ന് പറയുന്നതും അതുകൊണ്ടാണ് പൂർവികന്മാർ സാക്ഷ്യം പ്രാപിച്ചത്. അബ്രഹാമിന് എന്ത് സാക്ഷ്യമാണ് കിട്ടിയത്? ദൈവത്തിൽ വിശ്വസിച്ചെന്നുള്ള സാക്ഷ്യമല്ലേ. ഹാബേലിന് കിട്ടിയ സാക്ഷ്യം എന്താണ്? അതും ആ സാക്ഷ്യമാണ്. ഹാനോക്കിന് കിട്ടിയ സാക്ഷ്യം എന്താണ്? അത് തന്നെയാണ്. നോഹയ്ക്ക് കിട്ടിയ സാക്ഷ്യം എന്താണ്? എല്ലാവർക്കും കിട്ടിയ സാക്ഷ്യം എന്താണ്? നിങ്ങൾക്കും എനിക്കും കിട്ടേണ്ട സാക്ഷ്യം എന്താണെന്നറിയാമോ? ദൈവത്തിൽ വിശ്വസിച്ചു എന്ന സാക്ഷ്യം. നാം മരിക്കുന്ന സമയത്ത്, ഞാൻ മരിക്കും പറഞ്ഞു കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത്രേ ഉള്ളൂ: ഏബ്രഹാം തോമസ് ദൈവത്തിൽ വിശ്വസിച്ച ഒരു മനുഷ്യനാണ്. അത് പറഞ്ഞു കേൾക്കാനേ ഉള്ള ആഗ്രഹം, വേറെന്ത് കേൾക്കാൻ? പിന്നെ മനുഷ്യത്തിൽ നോണ പറയണമല്ലോ. മരിച്ച സമയത്ത് നോണ പറയണമല്ലോ. യൂറോളജി എന്നാ പറയുന്നത്, സ്പീക്കിംഗ് വെൽ. മരിച്ചവരെ പറ്റി മോശം പറയാൻ പാടില്ല, എന്തെങ്കിലും നല്ലത് പറയണമെന്ന്. അപ്പൊ ഒരുപാട് നല്ല കാര്യം പറയും. അത് കുറച്ച് സത്യവും കാണും, കുറച്ച് മിഥ്യയൊക്കെ കാണും, അത് കുഴപ്പമില്ല, പറഞ്ഞോട്ട്. പക്ഷെ ദൈവത്തിൽ വിശ്വസിച്ചു എന്ന സാക്ഷ്യമാണ്. അവൻ ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ചു. എന്താണ്? അവൻ ദൈവത്തെ വിശ്വസിച്ചു, ദൈവത്തെ പ്രസാദിപ്പിച്ചു. മരിക്കുന്നതിന് മുമ്പ് ദൈവത്തെ പ്രസാദിപ്പിച്ചാണ് ജീവിച്ചതെന്നുള്ളത് ഭയങ്കര സാക്ഷ്യമാണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ അധ്യായത്തിൽ. കർത്താവിന്റെ അടുക്കെ കുറച്ച് ദഹൂതന്മാർ വന്നൊരുക്കെ ചോദിച്ചു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തികൾ ചെയ്യുവാൻ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടുവെന്ന്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 6-ാം അധ്യായത്തിൽ വേണമെന്നു. 6-ാം അധ്യായം അല്ലേ? പിതാവ് അയച്ച പുത്രനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് തന്നെ. അതാണ് വിശ്വാസമാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞ വിശ്വാസം. അത് കർത്താവായ യേശുക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുന്നത് മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തുവിന് ദൈവത്വം മനുഷ്യത്വം അത് മാത്രമല്ല കൽവറിലെ യാഗം എല്ലാം കഴിഞ്ഞിട്ട് കർത്താവായ യേശുക്രിസ്തു എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതിനെല്ലാം ആമേൻ പറയുന്നതാണ്. അത് സജീവമായി വിശ്വസിച്ച് അവകാശപ്പെടുന്നതാണ് ദൈവത്തിന്റെ പ്രസാദം എന്ന് പറയുന്നത്. യഹൂദന്മാർക്ക് പറ്റിയ അബദ്ധം എന്താണെന്നറിയാമോ? കർത്താവ് പറഞ്ഞ ഒന്നും അവർ വിശ്വസിച്ചില്ല, അതിനെല്ലാം അവർ ചോദിച്ചു. ഇന്നും ഒരുപാട് വിശ്വാസികൾക്ക് അതേ ദോഷം സംഭവിക്കുന്നുണ്ട്. അപ്പൊ പൂർവികന്മാർക്ക് നല്ല സാക്ഷ്യം പ്രാപിച്ചു എന്നാണ്, നല്ല സാക്ഷ്യം പ്രാപിച്ചു. നമ്മളും അങ്ങനെ നല്ല സാക്ഷ്യം നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ പ്രാപിക്കണം. അതിന് നാം ചെയ്യേണ്ടത് ഇതാണ്: വിശ്വാസം, പ്രത്യാശ. ക്രിസ്ത്യ ജീവിതത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് അതാണ്. ദൈവത്തിലുള്ള വിശ്വാസവും കർത്താവായ യേശുക്രിസ്തു തന്നിട്ടുള്ള വാഗ്ദത്തങ്ങളുള്ള ആഴമായിരിക്കുന്ന ആ ആശ്രയവും ആ വിശ്വാസവും. ഇത് ദൈവം പറഞ്ഞതാണ്, ദൈവം അത് ചെയ്യാതിരിക്കുക. ദൈവം പറഞ്ഞതാണ്, ദൈവം അത് ചെയ്യാതിരിക്കുക. ദൈവം വാക്ക് പാലിക്കുന്നതാണ്. ഊവെന്ന് പറഞ്ഞാൽ ഊവെന്നും, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുമാണ്. കർത്താവ് ഒരിക്കലും തമാശയില്ല. പിള്ളേർ അപ്പം ചോദിച്ചാൽ കല്ലെടുത്ത് കൊടുത്തിട്ട് തിന്നുമോനെ എന്ന് പറയുന്ന ആളല്ല. അങ്ങനെ ഒരാളല്ല. ക്രിസ്ത്യ ജീവിതം അർത്ഥപൂർണമാകുവാനായിട്ട് വിശ്വസിക്കണം, പ്രത്യാശിക്കണം. കേട്ടോ, അപ്പൊ ഞാൻ അതേക്കുറിച്ച് ആദ്യം പറഞ്ഞതിലേക്ക് ഞാൻ തിരിച്ചു പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യാവുന്ന ദൈവം പറഞ്ഞ ഏതെങ്കിലും വിഷയങ്ങൾ ദൈവം ചെയ്യും എന്ന് ആഴമായി വിശ്വസിച്ച് അതിനുവേണ്ടി എന്നും ദൈവത്തോട് ഒന്ന് ഓർപ്പിക്കുക. കർത്താവ്, നീ അങ്ങനെ വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, ചെയ്യണം കേട്ടോ, ഞാൻ അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത്, അതെനിക്ക് വേണം കേട്ടോ, അതെനിക്ക് തന്നേ പറ്റൂ, തരാതിരിക്കാൻ ഒക്കുകയില്ല, ഞാൻ സമ്മതിക്കുകയില്ല. നീ പറഞ്ഞതാ, നീ ദൈവമായതുകൊണ്ട് നീ ചെയ്തേ പറ്റൂ. കാരണം നിന്റെ വാക്ക് എന്ന് പറഞ്ഞാൽ ഊവൊന്നും, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. അതിനപ്പുറത്തൊന്നും ചെയ്യുന്നവന് കണ്ടുപിടിച്ചോ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളത്. നിങ്ങൾക്ക് വേണ്ടിയാകാം, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാകാം, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാകാം. പക്ഷേ അത് പണമാകരുത്, ജോലിയാകരുത്, വിദ്യാഭ്യാസമാകരുത്. അതൊക്കെ ഈ ലോകത്തിലെ അന്നും ദൈവം തീരുമാനിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. ദൈവം അങ്ങനെ വാക്കെങ്ങും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ മക്കൾക്കെല്ലാം നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ, നല്ല ജോലി കൊടുക്കാൻ, നല്ല വീട് കൊടുക്കാൻ. കർത്താവ് എങ്ങും വാഗ്ദത്തം ചെയ്തിട്ടില്ല. അതൊക്കെ കർത്താവിന്റെ ഔദാര്യം എന്ന് വിചാരിച്ചാണ്.
പക്ഷേ നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യാമെന്ന് ദൈവം പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് മുറുകെ പിടിക്കണം. അതെല്ലാം മുറുകെ പിടിക്കണം. പക്ഷെ അത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പ്രത്യേകമായി തോന്നുന്നത് ഇത് നീ തന്നേ പറ്റൂ, ഇത് ഞാൻ തരാതെ വിടും. അങ്ങനെ വിശ്വാസ വീരന്മാരായി ക്രിസ്ത്യ ജീവിതം നയിക്കുക. തന്റെ ഭക്തൻ എന്ന് പറഞ്ഞാൽ അതാണ്. ദൈവം പറയുന്ന മുഖവിലേക്ക് എടുത്ത് അതിൻ പ്രകാരം ജീവിക്കുന്നവനെ ഞാൻ ഭക്തൻ എന്ന് പറയുന്നത്. ഞാൻ അതാണ് പറയുന്നത്. അല്ല പിന്നെ എന്റെ ഭക്തി എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞതിനെ മുഖവിലേക്ക് എടുത്ത് അതിൻ പ്രകാരം ജീവിക്കുക. ഞാൻ വിശുദ്ധനാകിയ നിങ്ങൾ വിശുദ്ധരായിരിക്കും എന്ന് പറഞ്ഞെങ്കിൽ അതിനെ മുഖവിലേക്ക് എടുത്ത് ദൈവം വിശുദ്ധനായിരിക്കുന്നതുകൊണ്ട് ഞാൻ വിശുദ്ധരായി ജീവിക്കുക. അതാണ് ഭക്തി എന്ന് പറയുന്നത്. ചോദിപ്പിൻ നൽകി തരാന്ന് പറയാൻ മുഖവിലേക്ക് എടുക്കുക. ഞാൻ ചോദിക്കും, ഞാൻ കർത്താവിനോട് വാങ്ങും, വാങ്ങാതിരിക്കില്ല. കാരണം അത് എഴുതിച്ച പ്രമാണം ഞാൻ മുഖവിലേക്ക് എടുക്കുന്ന ഒരാളാണ്. എനിക്ക് അതേക്കുറിച്ച് നല്ല ധൈര്യമുണ്ട്, നല്ല ധൈര്യമുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കണം, ക്രിസ്ത്യ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കണം. പൂർവികന്മാര്, സാക്ഷ്യം പ്രാപിച്ചവര്, വലിയ വലിയ കാര്യങ്ങൾ ചെയ്തവരായ ആളുകള്, എബ്രായ ലേഖനകാരന്റെ ഭാഷയിൽ പറഞ്ഞാല് വലിയ കാര്യങ്ങൾ അവർ ചെയ്തു, വലിയ കാര്യങ്ങൾ ചെയ്തു. മനുഷ്യന് അസാധ്യമെന്ന് തോന്നിയ കാര്യങ്ങൾ അവർ ചെയ്തു. കാരണം ക്രിസ്ത്യ ജീവിതത്തിൽ അസാധ്യമായ കാര്യങ്ങൾ ചെയ്യാനുള്ളതായിരിക്കുന്ന സാധ്യതകളാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. സാധ്യമായ കാര്യങ്ങൾ ചോദിക്കാനാണ് പറഞ്ഞത്. സാധ്യമായ കാര്യം ചോദിച്ചിട്ട് തന്നെ കാര്യമാണ്. അസാധ്യമായ കാര്യം, മനുഷ്യന് അസാധ്യമായ കാര്യം ദൈവത്തിന് സാധ്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം ദൈവത്തോട് ചോദിക്കാൻ. എല്ലാ മനുഷ്യർക്കും സാധ്യമായ കാര്യം ദൈവത്തോട് ചോദിച്ചിട്ട് ചെയ്യാൻ. അങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവത്തോട് ചോദിച്ചു വാങ്ങണം. അങ്ങനെ ജീവിക്കണം. ഇതിനാണ് ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.